പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് സഹനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വിശുദ്ധിയിലേക്കുയർന്ന വിശുദ്ധ റീത്തയെക്കുറിച്ചാണ്. 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ റീത്തയുടെ ജീവിതം ഒരു സാധാരണ സ്ത്രീക്ക് കടന്നു പോകാൻ കഴിയുന്ന എല്ലാത്തരം പ്രതിസന്ധികളിലൂടെയും നിറഞ്ഞതായിരുന്നു. ഒരു ഭാര്യയായും അമ്മയായും വിധവയായും പിന്നീട് ഒരു സന്യാസിനിയായും ജീവിച്ച അവർ തൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളെയും ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചു. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിലെ ഏറ്റവും ജനപ്രിയരായ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ റീത്ത. AD 1381 ഇറ്റലിയിലെ പെരൂജിയയിലുള്ള റോക്കാപെറേന എന്ന ഗ്രാമത്തിലാണ് റീത്ത ജനിച്ചത്. പ്രായമേറിയ ദമ്പതികൾക്ക് പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച മകളായിരുന്നു അവർ. ചെറുപ്പം മുതലേ സന്യാസിനിയാകാൻ ആഗ്രഹിച്ചെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി പൗലോ മാൻസിനി എന്ന ക്രൂരനും കോപക്കാരനുമായ വ്യക്തിയെ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. തൻ്റെ ഭർത്താവിൻ്റെ ക്രൂരമായ പെരുമാറ്റങ്ങളെയും അധാർമിക ജീവിതത്തെയും റീത്ത പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും നേരിട്ടു. തൽഫലമായി 18 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം അവരുടെ ഭർത്താവ് മാനസാന്തരപ്പെടുകയും ദൈവവഴിയിലേക്ക് വരികയും ചെയ്തു. മാനസാന്തരപ്പെട്ടതിന് തൊട്ടു പിന്നാലെ റീത്തയുടെ ഭർത്താവ് മുൻ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. അവരുടെ 2 ആൺമക്കൾ തങ്ങളുടെ പിതാവിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവർ കൊലപാതകം എന്ന വലിയ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ ദൈവമേ അങ്ങയുടെ പക്കലേക്ക് എടുത്തുകൊള്ളുക എന്ന് റീത്ത പ്രാർത്ഥിച്ചു. അധികം വൈകാതെ 2 മക്കളും രോഗബാധിതരായി മരണപ്പെടുകയും പാപക്കറകളില്ലാതെ ദൈവസന്നിധിയിൽ എത്തുകയും ചെയ്തു. കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട റീത്ത കാഷ്യയിലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചു. എന്നാൽ വിധവയായതിനാൽ ആദ്യം അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. പിന്നീട് അത്ഭുതകരമായ ചില ദർശനങ്ങളിലൂടെ അവർക്ക് ആശ്രമത്തിൽ പ്രവേശനം ലഭിച്ചു. ഈശോയുടെ കഷ്ടാനുഭവങ്ങളോട് അങ്ങേയറ്റം ഭക്തിയുണ്ടായിരുന്ന റീത്ത അവിടുത്തെ വേദനകളിൽ പങ്കുചേരാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിടയിൽ ഈശോയുടെ മുള്ളിൻ കിരീടത്തിലെ ഒരു മുള്ള് വന്ന് അവരുടെ നെറ്റിയിൽ തറയ്ക്കുകയും അവിടെ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് ഉണ്ടാവുകയും ചെയ്തു. മരണതുല്യമായ വേദന നൽകിയ ഈ മുറിവ് അവരുടെ ജീവിതകാലം മുഴുവൻ നിലനിന്നു. റീത്തായുടെ മരണക്കിടക്കയിൽ കഠിനമായ ശീതകാലത്ത് തൻ്റെ ജന്മനാട്ടിലെ തോട്ടത്തിൽ നിന്ന് ഒരു റോസാപ്പൂവ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മഞ്ഞ് മൂടിക്കിടന്ന ആ സമയത്ത് അത് അസാധ്യമായിരുന്നിട്ടും അവർക്കായി തോട്ടത്തിൽ ഒരു റോസാപ്പൂവ് അത്ഭുതകരമായി വിരിഞ്ഞു നിന്നിരുന്നു. ഇന്നും വിശുദ്ധ റീത്തായുടെ പ്രതീകമായി റോസാപ്പൂക്കൾ വണങ്ങപ്പെടുന്നു. AD 1457 മെയ് 22 അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ മരണസമയത്ത് ആശ്രമത്തിലെ മണികൾ മനുഷ്യസ്പർശനമില്ലാതെ അത്ഭുതകരമായി മുഴങ്ങി എന്ന് പറയപ്പെടുന്നു. മരണമടഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വിശുദ്ധ റീത്തായുടെ തിരുശരീരം ഇന്നും കേടുപാടുകൾ കൂടാതെ കാഷ്യയിലെ ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1900 ലിയോ 13 മാർപ്പാപ്പ റീത്തായെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. അസാധ്യമായ കാര്യങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, കഷ്ടത അനുഭവിക്കുന്ന ഭാര്യമാർ എന്നിവരുടെ മധ്യസ്ഥയായി ഇവർ വണങ്ങപ്പെടുന്നു. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവകൃപയാൽ സാധ്യമാക്കാൻ കഴിയുമെന്ന് വിശുദ്ധ റീത്തായുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബജീവിതത്തിലെ തകർച്ചകളിലും ഒറ്റപ്പെടലുകളിലും തളരാതെ പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്താൻ ഈ പുണ്യവതി നമുക്ക് മാതൃകയാണ്. മെയ് 22 വിശുദ്ധ റീത്തായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.